ഹായ്, നമസ്കാരം. 2 ദിവസമായിട്ട് ഞാൻ മനഃപൂർവ്വം വീഡിയോ ഒന്നും ചെയ്യാഞ്ഞ കാര്യം, നിങ്ങൾ എനിക്ക് തരുന്ന പ്രോത്സാഹനം അത്രയ്ക്ക് വലുതായതുകൊണ്ടാണ്. നിങ്ങളെ 2 തെറി വിളിക്കാനാണ്. അപ്പോൾ അതിന് ഒരു പെഗടിച്ചുകൊണ്ട് തുടങ്ങാം. എന്താ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ട് 969 പേര്, 969 പേര് ആ വീഡിയോ കണ്ടിട്ട് ഒരൊറ്റ മലരം പോലും ആ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുകയോ അല്ലെ ഒരു ഡിസ്ലൈക്ക് ചെയ്യുകയോ അല്ലെ ഒരു കമന്റ് ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതെനിക്ക് വളരെ ഇൻസ്പിറേഷൻ കിട്ടിയെന്നുള്ളതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിന്റെയൊക്കെ തലവേദന. പക്ഷേ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് 2023 സെപ്റ്റംബറിലാണ്. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ മൂത്ത മകനെ ആണ് നിർദ്ദേശം വെച്ചത്, ഒരു ചാനൽ ഇമ്മ തുടങ്ങി നോക്ക്, കാണാൻ ആൾക്കാർ കാണും. കാര്യം, ഞാനെല്ലാം എന്തുണ്ടെങ്കിലും അത് വെട്ടി തുറന്ന് അങ്ങ് വിളിച്ചു പറയുന്നതായതുകൊണ്ട് ആയിരിക്കണം ഒരു പക്ഷേ അവൻ അങ്ങനെ നിർദ്ദേശം വെച്ചത്. അവന് സ്വന്തമായിട്ട് ചാനലൊക്കെ ഉള്ളവനാണ്. ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ അന്ന് മഹാരാഷ്ട്രയിൽ നിൽക്കുമ്പം ചാനൽ തുടങ്ങി. ആദ്യത്തെ എനിക്ക് വന്നൊരു 86 സബ്സ്ക്രൈബർ വരെ ആകുന്നവരെ ഞാൻ അന്ന് മഹാരാഷ്ട്രയിലുണ്ട്. അവിടുന്ന് ഞാൻ കേരളത്തിൽ വന്ന് ആദ്യമായിട്ട് ഞാനിട്ട് ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു വിഷയം, ഒരു ലോഡ് മണ്ണുമായിട്ട് എൻ്റെ നാട്ടിലൂടെ പായുന്ന ടിപ്പറിനെ പറ്റിയായിരുന്നു. ആ ഒറ്റ വിഷയത്തിൽ എൻ്റെ സബ്സ്ക്രൈബർ ഏകദേശം 600-ന് മേളിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കേരളത്തിലെ എൻ്റെ കൺമുമ്പിൽ വരുന്ന വിഷയങ്ങൾ, എൻ്റെ കൺമുമ്പിൽ കഴിഞ്ഞ 60 വർഷത്തിനിടയിലൂടെ കടന്നു പോയിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ ഞാൻ പറയാൻ തുടങ്ങിയപ്പം സബ്സ്ക്രൈബർ എങ്ങനെയായെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. ഇപ്പം നിങ്ങൾക്കറിയാം 58.8 മറ്റോ ആണ് ഇന്നത്തെ സബ്സ്ക്രൈബർ എന്ന് തോന്നുന്നു. അതങ്ങനെ നിൽക്കട്ടെ. എൻ്റെ ഏതെങ്കിലും വിഷയങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ആയിരിക്കും അവരൊക്കെ വന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇന്ന് വരെ ഒരുത്തരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ എൻ്റെ ചാനലിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് അത് ചെയ്ത് തരണം, ഇത് ചെയ്ത് തരണം. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ കാണുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. പക്ഷേ എൻ്റെ ചാനലിൽ ഞാൻ സമയാസമയങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾക്ക് 3 ലക്ഷത്തിലധികം ലൈക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 17,000 ഷെയർ വന്നിട്ടുണ്ട്. ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾക്കാണ് ഈ പോകുന്ന ഷെയർ. 17,000 ഷെയർ ഒരു ചാനലിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. വ്യൂസ് 3,05,00,000 മേളിൽ എനിക്ക് വ്യൂസ് ഇന്ന് ഈ നിമിഷം നടക്കുന്നുണ്ട്. ഇന്നത്തെ അറിയത്തിൽ ഇന്നലെ വൈകിട്ട് കണ്ടതാണ്. അപ്പം ഈ 3,05,00,000 പേര് ആരാണ് എന്നുള്ളത്, എന്തായാലും കേരളത്തിലെ മലയാളികളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓൾമോസ്റ്റ്. പിന്നെ മറ്റു ഭാഷകളിൽ നിന്നുള്ളവരൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം, ഞാൻ ആദ്യത്തെ ചില വീഡിയോകൾ ചെയ്തപ്പോൾ മുതൽ എനിക്ക് ആൾക്കാർ വിലയിട്ടു തുടങ്ങി. ആദ്യം ഞാൻ പറഞ്ഞ ഒരു സാമൂഹ്യ വിഷയത്തിലാണ് എനിക്ക് അതിന്റെ ഗുണഭോക്താവ് 5,000 രൂപയാണ് വില പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നീ വെച്ചോ, നിനക്ക് ആവശ്യം വരും. അവിടെ മുതൽ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ ഒരു മന്ത്രി എനിക്കിട്ടേക്കുന്ന വില, എൻ്റെ നാക്കിനിട്ടേക്കുന്ന വില, എൻ്റെ പ്രവർത്തിക്കിട്ടേക്കുന്ന വില 50 ലക്ഷം രൂപയാണ്. ഞാൻ ചെയ്ത പക്ഷെ അന്ന് എനിക്കൊരു കാര്യം ബോധ്യമായി, എൻ്റെ നാക്കിന്റെ വില 50 ലക്ഷം രൂപയാണ്, എൻ്റെ പ്രവൃത്തിയുടെ വില 50 ലക്ഷം രൂപയാണെന്ന്. അങ്ങനെ സമയാസമയങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ വീഡിയോകൾക്കും എനിക്ക് ഇത്തരം ഓഫറുകൾ വന്നിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് മാറ്റിത്തരാമെങ്കിൽ ഇന്നത് തരാം, 5,000, 10,000, 30,000 അങ്ങനെ വലിയ വലിയ തുകകൾ വരെ ഓഫറുകൾ വന്നു. അത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നിങ്ങളെ ഒറ്റിക്കൊടുക്കാൻ എനിക്ക് വന്ന ഓഫർ അറിയണ്ടേ? 30 ലക്ഷം രൂപ. അതിനു മുൻപ്
കർണാടകയിലെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആ കർണാടക ഇലക്ഷനിൽ ചില ആൾക്കാരുടെ കൂടെ നിൽക്കാൻ എനിക്ക് വന്ന ഓഫർ 30 ലക്ഷം രൂപ. പക്ഷെ ഓഫർ ഞാൻ സ്വീകരിച്ചില്ലെങ്കിലും കർണാടകയിലെ പൊളിറ്റിക്സിൽ എനിക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അവിടെ പോയി പ്രവർത്തിച്ചിട്ടുണ്ട് 12 ദിവസം. അങ്ങനെ സമയാസമയങ്ങളിൽ എനിക്ക് ഗുണഭോക്താക്കള് വില നിശ്ചയിച്ച് വരാറുണ്ട്. ഇക്കഴിഞ്ഞ സമയത്ത് എനിക്കൊരു പുതിയ വില നിശ്ചയിക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 3 ഓപ്ഷൻ വെച്ചു. അതിൽ ഏറ്റവും കൂടിയ ഓപ്ഷനിൽ തന്നെ 3 CR ആണ് ചോദിച്ചത്. രണ്ടാമത്തെ ഓപ്ഷന് 2.5 CR, മൂന്നാമത്തെ ഓപ്ഷന് 2 CR. ഈ 3 CR ചോദിച്ചപ്പം അവരാവശ്യപ്പെടുന്നത് ഞാൻ അവരെ പരാമർശിച്ചുകൊണ്ട് വീഡിയോകളൊന്നും ചെയ്യാൻ പാടില്ല, ഞാൻ അവർക്ക് അനുകൂലമായിട്ട് വീഡിയോകൾ ചെയ്യണം, അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി നിലകൊള്ളണം എന്നാണ് 3 CRന്റെ അന്നത്തെ വില. ഈ ചർച്ച നടക്കുന്നത് കൃത്യം 2 ആഴ്ച മുമ്പാണ്. അവർ കമ്മിറ്റി കൂടി ആലോചിക്കാമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവർ കമ്മിറ്റി കൂടി ആലോചിച്ച് വരുന്നുണ്ട്. ഒരു പക്ഷേ എന്റെ വില 3 CR എന്നുള്ളത് ചിലപ്പോൾ 5 CR ആയി പോകും. അങ്ങനെ നിങ്ങളിൽ പലരും പറയുന്ന ഈ വായ്പല്ലില്ലാത്ത ഈ കളവന്റെ വില ഇങ്ങനെ ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് വിലയ്ക്ക് വിൽക്കണം എന്നുള്ളത് നിങ്ങൾ മാത്രം തീരുമാനിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ ഓർക്കണം, എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മളുടെ കേരള പോലീസ് കാണിക്കുന്ന അഴിമതികൾക്കെതിരെ വാ തുറക്കാൻ ആംബിയർ ഇല്ലാത്ത വെറും ചുണ്ണാമ്പുകളാണെന്നുള്ള കാര്യം നിങ്ങൾ വാ തുറന്നാൽ നിങ്ങളുടെ വീട്ടിൽ കയറി പോലീസ് പണി തരും. ആ സ്ഥാനത്താണ് ഞാൻ 100 കണക്കിന് പണികൾ പോലീസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ആംബിയർ വേണം, നട്ടല് വേണം, തന്റെ ഇടം വേണം, നാക്കിന് ബലം വേണം. പിന്നെ നമ്മുടെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ തന്തയ്ക്ക് പറ കഴിയുക. വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ അതിന് തന്റെ ഇടം മാത്രം പോരാ, ആർജവം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നല്ല തന്തയ്ക്ക് പിറക്കണമെന്ന് പറയുന്ന ഒരു ആർജവമുണ്ട്, അത് വേണം. എന്റെ തന്ത നല്ലവനായതുകൊണ്ടാണ് ആ തന്തയ്ക്ക് പറഞ്ഞതിന്റെ ഗുണം ഞാൻ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, കേരളം ഭരിക്കുന്ന CPM അവന്മാരുടെ പ്രവൃത്തികളും പ്രവൃത്തിദോഷങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളതാണ്. അവന്മാർക്കെതിരെ ഒരു വീഡിയോ ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ കയറി തല്ലുവന്മാര്. അവന്മാർക്കെതിരെ ഒരു വാക്ക് പറയാൻ തന്റെ ഇടമുള്ള എത്ര മല്ലന്മാര് കേരളത്തിൽ കാണും? ആ സ്ഥാനത്താണ് ഞാൻ നിരന്തരം അവന്മാരുടെ കൊള്ളരുതായ്മകളും തെറ്റിത്തരങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനത് നിർത്തണം എന്നുള്ളതാണ് എനിക്ക് വരുന്ന പല ഓഫറുകളുടെയും മുഖ്യ ഹേതു. ഞാനത് നിർത്തണോ വേണ്ട എന്നുള്ളത് എന്നെ മാത്രം ആശ്രയിക്കുന്ന വിഷയമാണ്. പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞ് എൻ്റെ ഒരു വീഡിയോയിൽ 969 മലരന്മാര് കണ്ടിട്ട്, നട്ടലില്ലാത്തവന്മാര് കണ്ടിട്ട്, ആണും പെണ്ണും കെട്ടവന്മാര് കണ്ടിട്ട് അതിലൊരു ലൈക്കോ ഡിസ്ലൈക്കോ എന്നെ 2 തെറി പോലും വിളിക്കാനുള്ള തന്റെ അടവില്ലാത്ത വെറും തായോളികളായ നിന്നെയൊക്കെ ഞാൻ മൂച്ചൂടെ വായി തന്നിട്ട് ഞാൻ എന്റെ നാക്ക് ഞാൻ വിൽക്കും. അത് നിനക്കൊക്കെ ഓർമ്മ വേണം. എന്റെ ചാനലിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് 3 CRന്റെ ചർച്ച 2 ആഴ്ച മുമ്പായിരുന്നു. അന്ന് എനിക്ക് 55,000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഇന്ന് എനിക്ക് ഇത്രയുമാണ്. ഇനി ഇതിനകത്ത് ഏതൊരു മലരും നോക്കിക്കഴിഞ്ഞാലും, ഏതൊരു മറ്റേ മോഹം ചിന്തിച്ചു കഴിഞ്ഞാലും എന്റെ സബ്സ്ക്രിപ്ഷൻ താപ്പോട്ട് പോകില്ല, മേളിലോട്ടേ പോകുള്ളൂ. അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ഇന്നേക്ക് 2 ആഴ്ച മുൻപ് എനിക്കിട്ട വില 3 CR എന്നുള്ളത് ഒരു പക്ഷെ 7, 8, 10 CR ആകും. ഇപ്പൊ എന്റെ നാക്കിന്, എന്റെ നട്ടലിന്റെ വില CRലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ. അത് ഞാൻ ഓരോ ദിവസവും എനിക്ക് വരുന്ന ഓഫറുകളിൽ ആ വില ഞാൻ കൂട്ടിക്കൊണ്ടേയിരിക്കും. എപ്പോ വിൽക്കണം എന്ന്
നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് എൻ്റെ നാക്കിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കും. ഞാനത് വിൽക്കും എന്ന് പറഞ്ഞാൽ, കട്ടപ്പച്ചയ്ക്ക് പറഞ്ഞാൽ ഞാൻ പൊളിച്ച് നിന്റെയൊക്കെ വായി തരും എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചോദിക്കുക എൻ്റെ വ്യൂവേഴ്സിന്റെ വായിലാണെന്ന്. ഞാൻ പറഞ്ഞു വ്യൂവേഴ്സിന്റെ അല്ല, സമൂഹത്തിന്റെ മൊത്തത്തിൽ. നിങ്ങൾ ഓർക്കണം, ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത ചെയ്തിരുന്നു. കേരളത്തിലെ 60 മാധ്യമ മലരന്മാര് കേരള ജനതയെ എങ്ങനെ വായിലടിച്ചു കൊടുത്തു എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടു കാണത്തില്ല, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് 3 നേരം തിന്നുക തൂറുക എന്നുള്ളതല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. അത് കഴിഞ്ഞ് കേരളത്തിലെ സാമൂഹ്യ വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോകളിലെല്ലാം ഞാൻ സാമൂഹ്യ വിഷയങ്ങളാണ് പ്രധാനമായിട്ട് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അതിനകത്ത് വിഷയം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് എൻ്റെ പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഞാനത് സാമൂഹ്യ വിഷയമായിട്ട് കണ്ടെത്തിയത് കൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് മുമ്പിലേക്ക് അത് എത്തിച്ചു തന്നത്. എന്നിട്ട് എന്നോട് നിങ്ങൾ കാണിക്കുന്ന തന്തയ്ക്ക് പുറക്കഴിയ 969 പേര് ഒരു വീഡിയോ കണ്ടിട്ട് ഒരൊറ്റ തായോളി പോലും അതിനൊരു ലൈക്കോ ഒരു ഫോട്ടോ ഒരു ഡിസ്ലൈക്ക്. നീയൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എടാ മൈരന്മാരെ, ഞാൻ കൃത്യം 2 മണിക്ക് എഴുന്നേറ്റിട്ട്, വെളുപ്പിനെ 2 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്ത്. ഈ 2 മണിക്കൊരു വീഡിയോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എടാ തായോളികളെ 1ഉം 2ഉം ദിവസവും ആ സബ്ജക്റ്റ് എൻ്റെ മനസ്സിലിട്ട് അതിന്റെ എല്ലാ വശങ്ങളും വിശകലനം ചെയ്ത്, വാക്കുകൾ വരെ വിശകലനം ചെയ്ത് തയ്യാറാക്കിയിട്ടാണ് ഞാൻ രാവിലെ 2 മണിക്ക് എഴുന്നേറ്റിട്ട് വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് റെൻഡറിങ് ചെയ്ത് നിന്റെ കണ്ണാക്കിലോട്ട് തള്ളിത്തരുന്ന ഉടനെ ഒരു മര്യാദ വേണം. മര്യാദ ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണ്? ഞാൻ എൻ്റെ നാക്കിലും എൻ്റെ നട്ടലും ഞാൻ വെറ്റ് കാശാക്കും. നീയൊക്കെ ഇനി നിങ്ങൾ അറിയേണ്ട വേറെ ചില കാര്യങ്ങൾ. കേരളത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വിവിധ യൂട്യൂബ് ചാനലുകൾ, TV ചാനലുകൾ, മറ്റു മാധ്യമങ്ങൾ, ഇതെല്ലാം വിൽക്കപ്പെട്ടതുകൊണ്ട്, വിൽക്കപ്പെടാൻ തയ്യാറായിട്ടുള്ളത് കൊണ്ട്, വിൽക്കപ്പെടാത്തതായിട്ടൊന്നുമില്ല. കാര്യം, കാശ് കണ്ട കമന്ന് വീഴാത്ത ഒരൊറ്റ തായോളി ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരു തായോളി ഉണ്ടെങ്കിൽ എൻ്റെ മുമ്പിലോട്ട് വാ, കാശ് വേണ്ട കമന്ന് വീഴത്തില്ലെന്ന്. പണ്ട് ചെങ്ങന്നൂർ ടൗണിലുള്ള കടയിൽ ഞാൻ രാവിലെ സമയത്ത് കച്ചവടത്തിന് ഇരിക്കുമായിരുന്നു. ആ സമയത്ത് ഒരു പ്രാവശ്യം അവിടുത്തെ ഓട്ടോക്കാരുമായിട്ട് ഈ വിഷയം പറഞ്ഞൊരു തർക്കം ഉണ്ടായി. പറഞ്ഞേ അങ്ങനെ എല്ലാവരും ഒന്നും കാശ് കണ്ട് എടുക്കത്തില്ല. ഞാൻ ശരി, നമുക്ക് സാമ്പിൾ ചെയ്യാം. ഞാൻ പോക്കറ്റിൽ നിന്ന് ഒരു 500 നോട്ട് എടുത്താൽ റോഡിലോട്ട് ഇട്ട് ഞാൻ പറഞ്ഞു നോക്കിക്കോണം. വരുന്നവരെല്ലാം ആര് നോട്ട് കണ്ട് അപ്പം എടുത്ത് പോക്കറ്റിൽ കയറ്റും. ഒരു പോക്കറ്റ് ഇട്ട് കഴിയുന്നുണ്ടെ ഞങ്ങൾ വിളിച്ച് 4 ഡയലോഗ് പറയുന്നുണ്ട്, തിരിച്ചു തന്നിട്ട് പോകും. അങ്ങനെ വലിയ കാശുകാർ വരെ വന്നിട്ട് ഈ വഴി കിടക്കുന്ന അടുത്ത് കാലിൻ്റെ കയറ്റിട്ട് പോകുന്ന ഞാൻ കണ്ട്. അത് നീ എല്ലാം ചെയ്യും. പക്ഷേ നീയൊക്കെ ഓർക്കണം, എനിക്ക് ഇത്രയധികം ഓഫറുകൾ വന്നിട്ട് ഞാൻ ഇന്ന് വരെ എൻ്റെ നാക്കിനെ എന്നെ വിൽക്കാൻ തയ്യാറാകാഞ്ഞത് എന്തുകൊണ്ടാണെന്ന്. അപ്പൊ ശരി, അനുഭവിക്കാനുള്ളത് നീയൊക്കെ അനുഭവിച്ചു തന്നെ ആകണം. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ പലതിലും ഞാൻ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യാറുള്ളത്. മൈരന്മാര്